ജനിച്ചിട്ടുള്ളവരിൽ സ്നാപക യോഹന്നാനേക്കാളും വലിയവനായിട്ട് ആരുമില്ല. ഇങ്ങനെ പറയാൻ കാരണം എന്താ? സ്നാപക യോഹന്നാന്റെ എളിമയാണ്. ഈ അഹങ്കാരത്തിന്റെ അരുമ വരുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവം ഇടപെടാതെ തീർന്നു. അംഗീകരിക്കാതെ ഒരു വ്യക്തി, മറ്റുള്ളവരെ അംഗീകരിക്കാതെ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ, പ്രഭാഷകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അഹങ്കാരം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ വെറുപ്പിക്കുന്നു. ഒത്തിരി ആൾക്കാർക്ക് നമ്മളെ കുറിച്ച് വെറുപ്പാ, അങ്ങനെ അഹങ്കാരമുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ. ബൈബിളില് ഈശോ വഴിയരികിൽ കാണുന്ന അത്തിവൃക്ഷത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഈ അത്തിവൃക്ഷത്തെ ശപിക്കാനുള്ള കാരണം ഈ അത്തിവൃക്ഷത്തിന്റെ പോരായ്മകളെ, ഫലമില്ലാത്ത ഫലരാഹിത്യത്തെ ഇലകൾ കൊണ്ട് മറച്ചു വെക്കുക. ഫലരാഹിത്യത്തെ ഇലകൾ കൊണ്ട്, അതുകൊണ്ടാണ് ശപിക്കപ്പെടാൻ കാരണം. അഹങ്കാരമുള്ളതിന്റെ പ്രത്യേകത എന്താ? അഹങ്കാരമുള്ളൊരു വ്യക്തി ഒരിക്കലും സ്വന്തം കുറവുകൾ ഒരിക്കലും പറയുകയില്ല, സ്വന്തം വീഴ്ചകൾ അംഗീകരിക്കുകയില്ല, സ്വന്തം ഇല്ലായ്മകളെ കുറിച്ച് പറയാൻ താല്പര്യമില്ല. അവന്റെ ജീവിതത്തിലെ ചെയ്തികളും അവന്റെ ബുദ്ധി കൊണ്ടും അവന്റെ സ്വാർത്ഥത കൊണ്ടും അവന്റെ ഇല്ലായ്മകളെ മറച്ചു പിടിക്കുകയാണ്. എല്ലാവരുടെ മുമ്പിൽ അവൻ ഓക്കെയാണ്. പക്ഷേ ഉള്ളവരെ സ്വന്തം കഴിവിലും സ്വന്തം ശക്തിയിലും ആശ്രയിക്കുക, സ്വന്തം ഇഷ്ടമനുസരിച്ച് തീരുമാനമെടുക്കുക, ഇത് ജീവിതത്തിലെ ഒരു അഹങ്കാരത്തിന്റെ അരൂപിയാണ്. ബൈബിളില് ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം, തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുക. തങ്ങളിൽ തന്നെ, സ്വന്തം കഴിവിലും സ്വന്തം ബുദ്ധിയിലും സ്വന്തം കാഴ്ചപ്പാടും ശരിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുക, ഇത് അഹങ്കാരത്തിന്റെ അരൂപിയാണ്. ദൈവത്തിന്റെ ഈ കരങ്ങളിലേക്ക്, ദൈവത്തിന്റെ ശക്തിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ ജീവിക്കുക, അത് എളിമയാണ്. എളിമയും അഹങ്കാരവും തമ്മിലുള്ള വ്യത്യാസം, ഒരാൾ സ്വന്തം കാര്യങ്ങൾക്ക്, സ്വന്തം ഇഷ്ടങ്ങൾക്ക് മാത്രം വില കൊടുക്കും. എളിമയുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത, അവൻ ദൈവത്തിന് വില കൊടുക്കാൻ തുടങ്ങും. എളിമയും അഹങ്കാരവും അങ്ങനെയാണ്. സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വന്തം ബുദ്ധിക്കും ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ എളിമയുള്ള വ്യക്തി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിസേയ മനോഭാവമാണ് തങ്ങളിൽ തന്നെ ആശ്രയിക്കുക. ഞാൻ ചെയ്യുന്നതാണ് ശരി. പലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ആരൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് വന്നാലും ജീവിതത്തിൽ ഒരു ചേഞ്ച് വരാത്ത ആൾക്കാരുണ്ട്. ചില കുടുംബങ്ങളിൽ, ചില വ്യക്തികൾ, ചിലപ്പോൾ ഒരു പക്ഷെ ഭാര്യയായിരിക്കും, ഭർത്താവ്, ഞാൻ പറയുന്നതാണ് ശരി, ആര് പറഞ്ഞാലും അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്. ഈ ഒരു മനോഭാവം പരിസേയ മനോഭാവമാണ്. അതുകൊണ്ട് ഈ മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ശരിയല്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വന്തം കഴിവിലും സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയിലും വിശ്വസിച്ച് അഹങ്കാരിയാകുമ്പോൾ പ്രത്യേകത എന്താണ്? മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ശരിയല്ല. ഇങ്ങനെ മറ്റുള്ളവരെ എല്ലാം അവോയ്ഡ് ചെയ്യുന്ന ഒരു മേഖലയുണ്ട്. അവരുടെ തീരുമാനങ്ങൾ, അവരുടെ ഇഷ്ടങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുന്നൊരു മേഖലയുണ്ട്. സ്വന്തം കഴിവിലും സ്വന്തം ശക്തിയിലും അമിതമായിട്ട് വിശ്വസിക്കുന്നതാണ് ഈ ആത്മീയ അഹങ്കാരം, അല്ലെങ്കിൽ ഒരു തകർച്ച എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം, സ്വന്തം കഴിവ്, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, എൻ്റെ പ്രവൃത്തികളെല്ലാം നേരായ വഴിയാണ്, എന്നെ ആരും കറക്റ്റ് ചെയ്യണ്ട. ജീവിതത്തിൽ അങ്ങനെ ഒരു മനോഭാവം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിന്നെ ഒരിക്കലും ദൈവം നയിക്കാതെ വരും. എന്തുകൊണ്ടാണ് ചില വ്യക്തികളുടെ ജീവിതം ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നത്? ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വില കൊടുത്ത് ജീവിക്കുന്ന ഒരു മനോഭാവമാണ്. അതുകൊണ്ട് അപ്പോഴൊരു പ്രത്യേകതയാണ്, മറ്റുള്ളവരെ അവജ്ഞയോടുകൂടി കാണുക. ഈ പരിസേയനും ഈ ചുങ്കക്കാരന്റെ ആ സംഭവത്തിൽ തന്നെ ഒരു പ്രത്യേകത, ചുങ്കക്കാരനെ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ്. അവനെ പാപിയായിട്ട് കാണുക, അവനെ അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കുക, അവന്റെ ജീവിതത്തെ പുച്ഛത്തോടു കൂടി കാണുക. അപ്പൊ ഇങ്ങനെ കാണുമ്പോഴെന്താ? സ്വന്തം കഴിവ്, ഞാൻ പെർഫെക്റ്റ് ആണ് എന്നുള്ള മനോഭാവത്തോടുകൂടി ജീവിക്കുക. ഞാൻ പെർഫെക്റ്റ് ആണ്, പിന്നെ ദൈവത്തിന് എന്താ ആവശ്യമിരിക്കുന്നത്? ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ ദൈവിക സഹായം എന്തിനാണ്? ഞാൻ പെർഫെക്റ്റ് ആവുമ്പോൾ ബാക്കിയെല്ലാം ഇംപെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ അത് അത്ര പോരാ. അതുകൊണ്ട് തന്നെ വിധിക്കാൻ തുടങ്ങും, അതുകൊണ്ട് തന്നെ വിമർശിക്കാനായിട്ട് തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തില് ദൈവിക ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ നീ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും താഴ്മയോടെ നിൽക്കണം. നീ ഒന്നുമല്ല. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാന്റെ മനോഭാവമാണ്, അവൻ വളരുകയും ഞാൻ കുറയും, ഞാൻ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ദൈവം സ്നാപക യോഹന്നാൻ ഉയർത്തുന്നുണ്ട്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ സ്നാപക യോഹന്നാനേക്കാളും വലിയവനായിട്ട് ആരുമില്ല. ഇങ്ങനെ പറയാൻ കാരണം എന്താ? സ്നാപക യോഹന്നാന്റെ എളിമയാണ്. ഈ അഹങ്കാരത്തിന്റെ അരുമ വരുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവം ഇടപെടാതെ തീർന്നു. അവന്റെ സാമ്പത്തിക മേഖലയിൽ ദൈവം ഇടപെടുകയില്ല, അവന്റെ ജീവിതത്തിൽ തകർച്ചകളിൽ ദൈവം ഇടപെടാതെ. കാരണം അവനെ തന്നെ രക്ഷിക്കാനുള്ള കഴിവുണ്ടെന്നാണ് വിശ്വാസം. അഹങ്കാരമുള്ള ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസമാണ്, ആരും എന്നെ സഹായിക്കണം,
ആരും എൻ്റെ ജീവിതത്തിൽ ഇടപെടണ്ട, ആരും എന്നെ നയിക്കണ്ട, എനിക്ക് എൻ്റെ സ്വന്തമായ ഇഷ്ടമനുസരിച്ച്. അഹങ്കാരമുള്ളൊരു വീട്ടില് ആ വ്യക്തി ഒരു വീട്ടിലുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കറിയാം ഈ വ്യക്തിയെ ആർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അസ്വസ്ഥതകളുണ്ട്. അംഗീകരിക്കാതെ ഒരു വ്യക്തി, മറ്റുള്ളവരെ അംഗീകരിക്കാതെ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ, പ്രഭാഷകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അഹങ്കാരം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ വെറുപ്പിക്കുന്നു. ഒത്തിരി ആൾക്കാർക്ക് നമ്മളെക്കുറിച്ച് വെറുപ്പാ അങ്ങനെ അഹങ്കാരമുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരു മേഖല വരുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ താഴ്മയോടുകൂടി കാണുക, സ്വന്തം കുറവുകൾ മറയ്ക്കുക. ബൈബിളില് ഈശോ വഴിയരികിൽ കാണുന്ന അത്തിവൃക്ഷത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഈ അത്തിവൃക്ഷത്തെ ശപിക്കാനുള്ള കാരണം ഈ അത്തിവൃക്ഷത്തിന്റെ പോരായ്മകളെ, ഫലമില്ലാത്ത ഫലരാഹിത്യത്തെ ഇലകൾ കൊണ്ട് മറച്ചു വെക്കുക. ഫലരാഹിത്യത്തെ ഇലകൾ കൊണ്ട്, അതുകൊണ്ടാണ് ശപിക്കപ്പെടാൻ കാരണം. അഹങ്കാരമുള്ളതിന്റെ പ്രത്യേകത എന്താ? അഹങ്കാരമുള്ളൊരു വ്യക്തി ഒരിക്കലും സ്വന്തം കുറവുകൾ ഒരിക്കലും പറയുകയില്ല, സ്വന്തം വീഴ്ചകൾ അംഗീകരിക്കുകയില്ല, സ്വന്തം ഇല്ലായ്മകളെ കുറിച്ച് പറയാൻ താല്പര്യമില്ല. അവന്റെ ജീവിതത്തിലെ ചെയ്തികളും അവന്റെ ബുദ്ധി കൊണ്ടും അവന്റെ സ്വാർത്ഥത കൊണ്ടും അവന്റെ ഇല്ലായ്മകളെ മറച്ചു പിടിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെ മുമ്പിൽ അവൻ ഓക്കെയാണ്. പക്ഷേ ഉള്ളു പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒത്തിരി വീഴ്ചകളുണ്ട്. ഉള്ളു പരിശോധിച്ചു കഴിഞ്ഞാൽ കുറെ കുറവുകളുണ്ട്. കുറവ് അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്. സ്വന്തം മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ഇന്ന കുറവുണ്ട് എന്ന് പറയാൻ മടിക്കുന്നവരുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് താഴ്ന്നു കൊടുക്കാനായിട്ട് ലജ്ജയുള്ള ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് നീ താഴ്മയോടെ നിന്ന ദൈവം നിന്നെ ഉയർത്തുമെന്നാണ്. അപ്പോ ജീവിതത്തില് ഹൃദയകാഠിന്യത്തിന്റെ ഒരു അരൂപിയാണ്. അഹങ്കാരമുള്ളൊരു വ്യക്തിയെ കാലക്രമത്തിൽ നയിക്കുന്ന ഒരു മേഖലയാണ് ഹൃദയകാഠിന്യത്തിന്റെ അരൂപി. ഹൃദയകാഠിന്യത്തിന്റെ പ്രത്യേകത എന്താണ്? ഹൃദയകാഠിന്യത്തിന്റെ പ്രത്യേകത ജീവിതത്തിൽ ആ വ്യക്തി, ഹൃദയകാഠിന്യമുള്ള വ്യക്തി ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുക, ജീവിതത്തിൽ ഒരിക്കലും മാറ്റം വരുത്താനായിട്ട് ആഗ്രഹിക്കുകയില്ല. മറ്റുള്ളവരെ കളിയാക്കുന്ന വ്യക്തിയാണെങ്കിൽ, മറ്റുള്ളവരെ നിന്ദിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആ ഹൃദയകാഠിന്യം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കളിയാക്കുന്ന സ്വഭാവം മാറ്റിയാൽ, നിന്ദിക്കുന്ന സ്വഭാവം മാറ്റിയാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അവഹേളിക്കുന്ന സ്വഭാവം മാറ്റിയാൽ, ഹൃദയകാഠിന്യത്തിന്റെ അരൂപിയാണ് ആരൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുത്താത്ത അവസ്ഥ. രണ്ടാമത്തത്, ഹൃദയകാഠിന്യത്തിന്റെ ആ ഒരു അവസ്ഥ, അങ്ങനെ ഒരു അരൂപി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും അലിവുണ്ടാകുകയില്ല. മറ്റുള്ളവർ കരയുമ്പോൾ, മറ്റുള്ളവരുടെ വേദനകളിൽ, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ, മറ്റുള്ളവരുടെ ഇല്ലായ്മകളിൽ, അല്ലെങ്കിൽ അവരുടെ ആ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ അവരോട് ഒരു ഹൃദയ അലിവ് കാട്ടാനായിട്ട് കഴിയുക. അലിവില്ലാത്ത ഒരു അരൂപിയാണ് ഈ അഹങ്കാരമുള്ളൊരു വ്യക്തിയെ നയിക്കുന്നത്. അലിവുണ്ടാകണമെങ്കിൽ എളിമയുണ്ടാകണം. അതുകൊണ്ടാണ് ഈ ചുങ്കക്കാരൻ അവൻ യാത്രാമധ്യേ മുറിവേറ്റവനെ കാണുമ്പോഴത്തേക്ക്, അവൻ എളിമയുള്ളത് കൊണ്ടാണ് അവന് ഈ ഓടി ചെന്നിട്ട് അവനെ അടുക്കിലേക്ക് വന്നിട്ട് തൻ്റെ കയ്യിലുള്ളതെല്ലാം കൊണ്ട് അവനെ ശുശ്രൂഷിക്കുന്നത്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ കഴിയണമെങ്കിൽ, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയണമെങ്കിൽ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയണമെങ്കിൽ അലിവുണ്ടാകണം. അലിവ് എളിമയുള്ളൊരു വ്യക്തിയിലാണ് കൂടുതലായിട്ട് രൂപപ്പെടുന്നത്. അതുകൊണ്ട് ഈശോയുടെ അതാണ്, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവിടത്തേക്ക് അനുകമ്പ തോന്നി. വഴിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് കുഷ്ഠരോഗിയെ കാണുമ്പോൾ കർത്താവിന് അലിവ് തോന്നി. എളിമ വർദ്ധിക്കുന്ന, എളിമയിൽ എത്രമാത്രം വളരുന്നോ എളിമ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ അലിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഹൃദയകാഠിന്യം ഉണ്ടെങ്കിൽ ഈ അലിവ് നഷ്ടപ്പെടും. അപ്പൊ ആ ഒരു മനോഭാവം ജീവിതത്തിൽ വരിക. ബൈബിളിലെ ആഹാബ് രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആഹാബ് രാജാവിന്റെ ഹൃദയകാഠിന്യത്തിന്റെ പ്രത്യേകതയാണ് ഈ നാബോത്തിന്റെ ദാരിദ്ര്യാവസ്ഥയെ കാണാനായിട്ട് കഴിയുന്നില്ല. അവനൊന്നും ഇല്ലാത്തവനാണ്. അതുകൊണ്ടാണ് അവനെ കൊന്നുകളയാനായിട്ട് പോലും ഈ ജസബലിനെ ചെയ്തിട്ട് അതിനൊരു അല്പം പോലും തെറ്റാണെന്ന് പോലും അംഗീകരിക്കുന്നില്ല. ജീവിതത്തിൽ ഈ ഹൃദയകാഠിന്യത്തിന്റെ അരൂപി വന്നു കഴിഞ്ഞാൽ തെറ്റാണെന്ന് അംഗീകരിക്കുക. ഈ പാപബോധം നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ പാപബോധം നഷ്ടപ്പെടുന്നത് പലപ്പോഴും അഹങ്കാരമുള്ളൊരു വ്യക്തിക്കാണ്. അതുകൊണ്ട് ജീവിതത്തിലെ തൻ്റെ തെറ്റുകളെ മൂടി വെക്കാം. ആഹാബ് രാജാവ് പറയുന്നത്, ഏലിയായോട് പറയുന്നുണ്ട്, നീ ഈ ദേശം മുഴുവൻ നശിക്കാൻ കാരണം നീയാണ്. അപ്പോൾ ആ ഏലിയ പറയുന്നത്, ഞാനല്ല, ആഹാബാണ് ഇതിന്റെ കാരണം. ആഹാബിന്റെ പാപങ്ങളും പ്രവൃത്തികളുമാണ്. അതുകൊണ്ടാണ് ഈ അഹങ്കാരമുള്ളൊരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും ചേഞ്ച് വരുത്തിയില്ല. അപ്പൊ നമുക്ക് ജീവിതത്തിൽ എളിമപ്പെടാൻ വേണ്ടി പരിശ്രമിക്കാം. അഹങ്കാരം സ്വന്തം നാശത്തിലേക്ക് നയിക്കാൻ തങ്ങളിൽ തന്നെ ആശ്രയിക്കാതിരിക്കും. ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു മനോഭാവം സൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കാം. ഒരിക്കലും സ്വന്തം കഴിവിലും സ്വന്തം ബുദ്ധിയിലും വിശ്വസിക്കരുത്. സ്വന്തം കഴിവിൽ ആശ്രയിക്കരുത്. നീ സ്വന്തം ശക്തിയിൽ വിശ്വസിക്കരുത്. നീ ദൈവത്തോട് ചേർന്നിരിക്കുക.
ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.